അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എത്ര വലിയ അതിക്രമവുമായിട്ടാണ് ഇവർ പോകുന്നത്. ഷെയ്ഖ് അബ്ദുൾ റസാഖ് അൽ ബദർ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞേക്കാണ്, മസ്ജിദ് നബിയിൽ ഒരിക്കൽ ഒരു ചങ്ങാതി അദ്ദേഹം കരഞ്ഞു കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ ഷെയ്ഖ് പറയാം, എനിക്ക് അദ്ദേഹത്തെ കണ്ടപ്പോൾ വല്ലാതെ അത്ഭുതം തോന്നി. ഞാൻ അതിൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു. അപ്പോൾ ഇയാൾ ദുആ ചെയ്യാൻ, കരഞ്ഞ് ദുആ ചെയ്യാൻ. പക്ഷേ അടുത്തേക്ക് എന്നപ്പോഴേക്ക് മനസ്സിലായി പ്രാർത്ഥിക്കുന്ന മുഴുവൻ ഏതോ വലിയൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ്, വലിയ കാക്കണ രക്ഷിക്കണ ഷെയ്ഖ് പറയാൻ, ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിരുന്നിട്ട് സംസാരിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന് ഞാൻ ഖുർആനിലെ ആയത്തുകൾ, പ്രാർത്ഥനയുടെ ആയത്തുകൾ ഷെയ്ഖ് പറയാൻ 1, 2, 3 കുറേ ആയത്തുകൾ ഓതിക്കൊടുത്തു. പിന്നെ ഹദീസുകൾ ഓതിക്കൊടുത്തു. അദ്ദേഹം ഇതൊക്കെ നിശബ്ദനായി കേട്ടിരിക്കാൻ. ഒരു പ്രതികരണവും കാണാതായപ്പോൾ ഷെയ്ഖ് അദ്ദേഹത്തോട് ചോദിച്ചു, മതത്തറ, എന്തെന്നെ അഭിപ്രായം? അയാൾ പറഞ്ഞു, അള്ളാഹുവിന്റെ ഖുർആനിലെ ആയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും ഓതിയിട്ട് നീ എന്നോട് ചോദിക്കണം എൻ്റെ അഭിപ്രായം എന്താ? അദ്ദേഹം പറയാൻ, മനുഷ്യൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇന്ന് വരെ ഇതൊന്നും കേട്ടിട്ടില്ല, എനിക്കിതൊരാൾ പറഞ്ഞു തന്നിട്ടില്ല ഇതിനുവരെ. നോക്കൂ, തെളിവ് മതി. മുസ്ലിമീങ്ങളിൽ പലർക്കും അറിയില്ല ഇതാണ് ദീനെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഖൗമ് ജാറത്തിലും മഖ്ബറയിലും പോയിരിക്കുന്നത്. അവരുടെ വിചാരം ഇതാണ് ദീനെന്ന. അവരോട് ആളുകൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള അതാണ്, ഇവിടെ പോയി കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകാന്നാണ്. അവർക്കറിയില്ല. എത്രയോ ഉമ്മമാർ പാവങ്ങൾ ഒരു നിസ്കാരം പോലും മുടക്കിയിട്ടുണ്ടാവില്ല. പക്ഷെ ഈ ആളുകൾ പറഞ്ഞു കൊടുത്ത് കേട്ടിട്ടാണ് ഈ പോകുന്നത്. നമ്മൾ ആരെങ്കിലും ഒരു ആയത്ത് പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവും. പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ല എന്നത് എത്ര വലിയ കുറവാണ്. അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എത്ര വലിയ അതിക്രമവുമായിട്ടാണ് ഇവർ പോകുന്നത്. സഹോദരങ്ങളെ, തൗഹീദ് അറിയാത്തവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് വലിയ ബാധ്യതയാണ്. അവർക്ക് നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുക്കുക, കളിയാക്കരുത്. പലർക്കും അറിയില്ല. നിങ്ങൾ കളിയാക്കി കഴിഞ്ഞാൽ അവർ അകന്നു പോവാണ് ചെയ്യുക. അവരെ ഒരിക്കലും നരകത്തിലേക്ക് എത്തിക്കുന്നതിന് നമ്മൾ കാരണക്കാരായിക്കൂടാ. നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുക്കുക. ഖുർആനിലെ ആയത്ത് ഇങ്ങനെയാണ്, അള്ളാഹിന്റെ റസൂൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് റസൂലിനെ ധിക്കരിക്കാൻ പാടുണ്ടോ? അള്ളാഹ് നമ്മൾ ധിക്കരിക്കാൻ പാടുണ്ടോ?